ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ ഇതിന്റെ വാർഡ്രോബ് ഓർഗനൈസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ആ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇതാണ് എൻ്റെ വാർഡ്രോബ്. ഇതിൽ എൻ്റെ ഡ്രസ്സ് അല്ലാതെ ഫോട്ടോ ആൽബംസ് ഉണ്ട്, അതേപോലെ ഹാൻഡ് ബാഗ് വെച്ചിട്ടുണ്ട്. ആകെ മെസ്സപ്പായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാനിതൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്ത് തുടങ്ങിയാണ്. ആകെ ഒരു ആശ്വാസം മോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഏറ്റിട്ടുള്ളതാണ്. അപ്പോൾ സ്റ്റെപ്പ് 1, വാർഡ്രോബ് കാലിയാക്കൽ. തുണികൾ മുഴുവൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഡീക്ലട്ടർ ചെയ്യണം, അതിനുശേഷം സോർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു ബാസ്ക്കറ്റ് എടുക്കുക. ഈ ബാസ്ക്കറ്റ് നമുക്ക് ഡീക്ലട്ടർ ചെയ്ത ശേഷം തുണികൾ എടുത്തിടാനുള്ളതാണ്. അപ്പോൾ ഡീക്ലട്ടർ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത തുണികൾ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബാസ്ക്കറ്റിലേക്ക് അങ്ങനത്തെ തുണികളൊക്കെ എടുത്ത് വെക്കാം. കഴിഞ്ഞ 1 വർഷം മുമ്പ് വരെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്തിട്ടേ ഇല്ല, അങ്ങനെയുള്ള തുണികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബോക്സിലേക്ക് ഇടാം. കറക്റ്റ് പറഞ്ഞാൽ ഒരു 6 മാസം ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാത്ത തുണികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും അടിക്കാതെ ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റിലേക്ക് ഇട്ടോളൂ. കാരണം ഇനി നമ്മൾ പിന്നീട് യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും ഒരുപാട് കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ തുണികളൊക്കെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്കത് ഡൊണേറ്റ് ചെയ്യാം. അപ്പോൾ ആവശ്യക്കാർക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മളുടെ അലമാരിയുടെ പ്ലേസ് നമുക്ക് കാലിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് തുണികളൊക്കെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. വാർഡ്രോബ് ഓർഗനൈസേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സെക്ഷനിൽ എന്താണ് വെച്ചിട്ടുള്ളതെന്ന് കാണിക്കാം. ജീൻസ് ടോപ്പാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനടിയിലുള്ള സ്ഥലം വേസ്റ്റ് ആക്കാതെ അവിടെ ഒരു ബോക്സിൽ ഷോൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഷോൾ പെട്ടെന്ന് തന്നെ മെസ്സപ്പായിട്ട് പോവില്ല. ആ ബോക്സിൽ വളരെ ക്ലീൻ ആയിട്ട് ഓർഗനൈസ് ആയിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ നമുക്ക് സൈഡിൽ തന്നെ ജീൻസ് ഇങ്ങനെ റോളാക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജീൻസിൻ്റെ കളറിന് മാച്ചിങ് ടോപ്പ് വളരെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാനാകും. ഇതിന് താഴെ കാണുന്ന പോർഷനിൽ ഞാൻ സിമ്പിൾ സാരീസ് ഇങ്ങനെ ഹാങ്ങറിൽ ഓർഗനൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിലത് എടുക്കാൻ സാധിക്കും. പിന്നെ അതിനടിയിലുള്ള സ്ഥലം വേസ്റ്റ് ആവാതെ അവിടെ ഇങ്ങനെ ടവൽസ് മടക്കി വെച്ചിട്ടുണ്ട്. വാർഡ്രോബിൻ്റെ സെക്കൻഡ് പോർഷനിൽ ഏറ്റവും ടോപ്പിലായിട്ടാണ് ഞാൻ പാർട്ടി വെയർ ഡ്രസ്സസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിനടിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളാണ്. മാർക്കറ്റിൽ പോകാൻ, അടുത്ത പ്ലേസിൽ എവിടെയെങ്കിലും പോകാനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകൾ, ചുരിദാർ, കുർത്തി, ടോപ്പ്, അങ്ങനെ. അടുത്ത് തന്നെ ലെഗിനും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളർ നോക്കിയിട്ട് മാച്ച് സെലക്ട് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്.
നോർമലായിട്ട് വീട്ടിലിടുന്ന ഡ്രസ്സുകൾ ഞാൻ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എനിക്ക് എടുക്കാനുള്ള ഈസി അനുസരിച്ചിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെയാണ് ഞാനിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ കാണുന്നത് ഒരു ലോക്കറും ഒരു ഡ്രോയുമാണ്. അപ്പോൾ ഇത് രണ്ടിലും നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിക്കാം, റെക്കോർഡ്സ് സൂക്ഷിക്കാം. അപ്പോൾ ആ രീതിയിലാണ് ഞാനും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിനടിയിൽ കാണുന്നതാണ് അണ്ടർ ഗാർമെൻറ്റ് സെക്ഷൻ. അപ്പോൾ ഈ ഒരു ബോക്സിലാണ് ഞാൻ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്ത് വേറൊരു ബോക്സ് ഉണ്ട്. അതിൽ ഞാൻ സാരി, ബ്ലൗസസ്, അതേപോലെ അണ്ടർ സ്കേർട്ട്, സോക്സ് ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഓർഗനൈസറിലാണ് ഞാൻ എൻ്റെ ഹാൻഡ് ബാഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് എനിക്ക് എടുക്കാനും തിരിച്ച് അതേപോലെ തന്നെ അതേ പ്ലേസിലേക്ക് വെക്കാനും എനിക്കിത് വളരെ യൂസ്ഫുള്ളാണ്. അതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ വേറെ സെയിം രീതിയിലുള്ളൊരു ഓർഗനൈസർ ഉണ്ട്. അതിലാണ് ഞാൻ എൻ്റെ ആൽബംസ് ഒക്കെ സൂക്ഷിച്ചിട്ടുള്ളത്. സൈഡ് ഡോറിലാണ് ഞാൻ ബെൽറ്റും ഇയർഫോണും ഹാങ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എപ്പോഴും കാണാതാവുന്ന 2 സാധനങ്ങളാണ്. അപ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് അവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.